മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഗ്ലോബലി US, യൂറോപ്പ്, ഏഷ്യൻ മാർക്കറ്റുകളിലെല്ലാം തന്നെ വളരെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് ഉണ്ടായി. അതിൻ്റെ പ്രധാന കാരണം എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യുന്ന ചില അനൗൺസ്മെൻറ്റുകളും അതോടൊപ്പം എക്കോണമിയിൽ നിന്ന് വന്ന പോസിറ്റീവായിട്ടുള്ള ചില ഡാറ്റകളും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ തിരിച്ചുവരവിന് കാരണമായി. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് ഇൻഫോസിസ് ടെക്നോളജി അനൗൺസ് ചെയ്ത വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് മാർക്കറ്റിനൊരു ബൂസ്റ്റിംഗ് ആയി എന്നുള്ളതാണ് ഒരു സത്യം. അതുകൂടാതെ FIs വീണ്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ബയേഴ്സായിട്ട് മാറി എന്നുള്ളതാണ്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് വ്യാഴാഴ്ച വരെ 1509 crores FIs ബൈയിങ് നടത്തിയത്. സാധാരണ പോലെ വീണ്ടും മാർക്കറ്റ് ഹയർ ലെവൽ വരുമ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലായിരുന്നു. 4 ദിവസം കൊണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 280 crore സെല്ലിംഗ് സൈഡിലുമായിരുന്നു. പലപ്പോഴും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുന്തോറും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് വലിയൊരു ക്രാഷിൽ നിന്ന് രക്ഷിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് വരുന്തോറും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലേക്ക് മാറുകയാണ്. അവരപ്പോഴും പ്രോഫിറ്റിലാണ് എന്നുള്ളതാണ് ഒരു സത്യം. ഇനിയും വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ചുകൂടെ ഹയർ ലെവൽ പോകാൻ തന്നെയാണ് സാധ്യത. കാരണം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ സൂക്ഷിക്കേണ്ട കുറച്ച് ഘടകങ്ങൾ, മാർക്കറ്റ് കുറച്ചൊരു ഹയർ ലെവലിലേക്ക് വന്നു. ഇപ്പോഴത്തെ നിലയിൽ മാർക്കറ്റ് കുറച്ചൊരു വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലിലാണ് മൂവ് ചെയ്യുന്നത്. കാരണം എക്കോണമിയെ ബാധിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചസും ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ ഒന്നും തന്നെ വന്നില്ല. ഇൻഫ്ലേഷൻ പറയുന്ന രീതിയിൽ ഒരു കുറവ് സംഭവിച്ചില്ല. IIP ഡാറ്റ പോലും അത്രത്തോളം പ്രതീക്ഷിച്ചത്ര ബെറ്റർ ഒരു IIP ഡാറ്റ വന്നില്ല. ഇതൊക്കെ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് കുറച്ച് നെഗറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് നിക്ഷേപകർ ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ നിലയിൽ നിക്ഷേപകരെ സംബന്ധിച്ച് ഇനി എന്ത് സ്റ്റെപ്പ് സ്വീകരിക്കണം എന്നുള്ളതൊരു പ്രധാന ക്വസ്റ്റ്യൻ തന്നെയാണ്. മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി ലഭിച്ചു. ഇപ്പോഴത്തെ നിലയിൽ എന്ത് നടപടിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലിലേക്ക് വരികയാണ്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നില്ല, ഇൻഫ്ലേഷൻ കുറയുന്നില്ല, ഇക്കോണമിയിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഡാറ്റകളൊന്നും വരാത്ത സാഹചര്യത്തിൽ ഒന്ന് FISൻ്റെ ബൈയിങ്ങും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് കൊണ്ടാണ് മാർക്കറ്റ്, അതുപോലെ ഗ്ലോബൽ എക്കോണമിയിൽ നിന്ന് വന്ന ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക്, ഇതെല്ലാം തന്നെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രത്തോളം ഒരു ഹയർ ലെവലിലേക്ക് വരാനുള്ളൊരു കാരണമായത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കണം. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരാനുള്ള സാഹചര്യമില്ല എന്ന് RBIയുടെ ഗവർണർ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ഇൻഫ്ലേഷൻ കുറഞ്ഞു വരാത്തൊരു സാഹചര്യത്തിൽ വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക എന്നുള്ളത് അസാധ്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അതുകൂടാതെ 25th RBIയുടെ റിവ്യൂ മീറ്റിംഗ് വരുമ്പോൾ വീണ്ടും ഒരു 25 ബേസിസ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നെഗറ്റീവായിട്ട് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിക്ഷേപകർ ലിവറേജ് എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ലിവറേജ് എടുത്ത് ഒരു ട്രേഡ് ചെയ്യേണ്ട സാഹചര്യമല്ല വരുന്നത്. കൂടാതെ നെക്സ്റ്റ് വീക്ക് ഒട്ടനവധി മേജർ റിസൾട്ടുകൾ വരുന്നു. റിസൾട്ടുകൾ തന്നെയായിരിക്കും നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ ഏത് രീതിയിലേക്ക് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ആക്സിസ് ബാങ്ക്, L&T, HDFC, യെസ് ബാങ്ക് പോലെയുള്ള മേജർ കമ്പനികളുടെ റിസൾട്ട് നെക്സ്റ്റ് വീക്ക് വരികയാണ്. ഈ റിസൾട്ടുകൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും മാർക്കറ്റിനൊരു മൂവ്മെൻറ്റ്, ഫർദർ മൂവ്മെൻറ്റ് നിശ്ചയിക്കുക. ഒരു മാർക്കറ്റിനെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു റിസൾട്ട് ഒരിക്കലും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഒരു വളരെ മോശമായിട്ടുള്ള റിസൾട്ട് വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാം. ലാസ്റ്റ് 1 month മാർക്കറ്റ് വാച്ച് പറയുന്നതാണ്. ഒന്ന് 5180 to 5200 ഒരു മേജർ റെസിസ്റ്റൻസ് പോയിൻറ്റും 4720 to 4750 ഒരു ബൈയിങ് ലെവലായിട്ടുമാണ് മാർക്കറ്റിൻ്റെ ഒരു മൂവിങ് റേഞ്ച് പറഞ്ഞിരുന്നത്. പലപ്പോഴും 4750 വന്നതിന് ശേഷം മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള റിക്കവറി 2-3 പ്രാവശ്യം നമ്മൾ കണ്ടു. ലാസ്റ്റ് 4728 നിന്ന് 4720 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ 4728 നിന്നുമാണ് ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള റാലി ഇപ്പോൾ വന്നു നിൽക്കുന്നത്. അത് ലാസ്റ്റ് വീക്ക് 4960, 5030 എന്ന് പറയുന്ന 2 മൈനർ റെസിസ്റ്റൻസും ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞത് 5180 to 5200 എന്ന് പറയുന്ന ലെവലായിരുന്നു. ഇപ്പോഴും അതേ ടെക്നിക്കൽ ലെവൽ തന്നെയാണ്. 5180 മുതൽ 5200 വരെ മേജർ റെസിസ്റ്റൻസ് പോയിൻ്റാണ്. 4750 ലെവലിൽ നിക്ഷേപം നടത്തിയ എല്ലാ നിക്ഷേപകരും ഈ ഒരു ലെവൽ പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് പരിഗണിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്.
5200 മുകളിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്ത് 5260 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ 5260 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയെങ്കിൽ മാത്രം വീണ്ടും ഫർദർ ചെറിയൊരു അപ്സൈഡ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ 5200 മുകളിൽ ഒരു കാരണവശാലും ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു കാരണവശാലും ലോങ് പൊസിഷൻ എടുക്കാൻ പാടില്ല. അതല്ല എങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസോടുകൂടി മാത്രമേ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ പാടുള്ളൂ. കാരണം 5200 മുകളിൽ ഹൈ റിസ്കി ഏരിയ തന്നെയാണ്. നിക്ഷേപകർ വളരെ കോഷ്യസ് ആയിട്ട് ആ ഒരു 5200 മുകളിൽ ട്രേഡിംഗ് നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ഡൗൺ സൈഡ് സപ്പോർട്ട് 5000 to 5020 ആണ് ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദെൻ 4900 to 4920 എന്ന് പറയുന്ന സെക്കൻഡ് സപ്പോർട്ട് ലെവൽ. ഏതെങ്കിലും സാഹചര്യത്തിൽ 4900 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് 4700 എന്ന് പറയുന്ന ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഏത് ലെവലിലേക്ക് പോകണമെന്ന് നിശ്ചയിക്കുന്ന ഇക്കോണമിയിൽ നിന്ന് വരുന്ന ന്യൂസുകളും നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്ന മേജർ റിസൾട്ടുകളും തന്നെയായിരിക്കും മാർക്കറ്റിനെ ഏത് രീതിയിലേക്ക് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് രേഖപ്പെടുത്തി. എന്നാലും വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് നെക്സ്റ്റ് വീക്ക് എസ്പെഷ്യലി റിസൾട്ടുകൾ നന്നായി സ്റ്റഡി ചെയ്യുക. അതോടൊപ്പം തന്നെ വേൾഡ് മാർക്കറ്റിൽ നിന്നും വേൾഡ് ഇക്കോണമിയിൽ നിന്ന് വരുന്ന ന്യൂസുകൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. ഒരു കാരണവശാലും ലിവറേജ് എടുക്കാൻ പാടില്ല. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് കയ്യിലുള്ള ഫണ്ടിന് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. അതോടൊപ്പം ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു കാരണവശാലും ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഒരു അവസരമല്ല ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ. അടുത്ത നിക്ഷേപകരുടെ ലെറ്ററുകളിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് രമേഷിൻ്റെ ലെറ്ററാണ്. അദ്ദേഹം കുറച്ച് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്കുകൾ ഇപ്പോഴത്തെ നിലയിൽ ബൈ അഡ്വൈസബിൾ ആണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിലാദ്യമായിട്ട് ഇൻഡസിൻഡ് ബാങ്ക് ആണ്. ഇൻഡസിൻഡ് ബാങ്ക് ഒരു ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. കോർപ്പറേറ്റ് ബാങ്കിങ്, റീറ്റെയിൽ ബാങ്കിങ്, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ളതും ഫിനാൻഷ്യലി വളരെ സൗണ്ടായിട്ടുള്ളൊരു ബാങ്കിങ് സ്റ്റോക്കാണ്. റീറ്റെയിൽ നിക്ഷേപകർക്ക് എല്ലാവർക്കും, രമേഷിന് മാത്രമല്ല എല്ലാ നിക്ഷേപകർക്കും അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് ബൈ അഡ്വൈസബിൾ ആണ്. 246 ലെവൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലായിട്ട് പരിഗണിക്കുക. ബാങ്കിങ് സെക്ടറൊക്കെ തന്നെ 25th വരുന്ന RBIയുടെ റിവ്യൂ മീറ്റിങ്ങിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതാണ് നല്ലത്. വീണ്ടും ഒരു റേറ്റ് ഹൈക്ക് വരികയാണെങ്കിൽ ബാങ്കിങ് സെക്ടർ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്ത് തന്നെയാണെങ്കിലും 246 ലെവൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലാണ് ഇൻഡസിൻഡ് ബാങ്കിന്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ നിക്ഷേപകർക്കും നിക്ഷേപത്തിന് പരിഗണിക്കാവുന്നതാണ് ഇൻഡസിൻഡ് ബാങ്ക്. 270 to 292 റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ കോൾ ഇന്ത്യയാണ്. കോൾ ഇന്ത്യ 300 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവൽ. നിക്ഷേപകർക്കറിയാം ഒരു മാസം മുമ്പ് തന്നെ 4 എപ്പിസോഡ് മുമ്പ് 380 ലെവൽ കോൾ ഇന്ത്യ വന്നപ്പോൾ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലാണ്. അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ മാത്രം നിക്ഷേപിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത് എന്നുള്ളൊരു അഡ്വൈസ് തന്നിരുന്നു. ആ ഒരു അവസരം നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഒട്ടനവധി നെഗറ്റീവ് ന്യൂസുകൾ ഇപ്പോഴുമുണ്ട്. കാരണം പവർ സെക്ടറിലേക്ക് കോൾ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ഡിസിഷൻ വന്നു. അതോടൊപ്പം തന്നെ മൈനിങ് ഇൻഡസ്ട്രിയിലുള്ള സ്ട്രൈക്ക്, ഇതൊക്കെയാണ് ഈ സ്റ്റോക്ക് കുറച്ചൊരു ലോവർ ലെവലിലേക്ക് വരാനുള്ളൊരു കാരണമുണ്ടായത്. എന്നിരുന്നാലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ് കോൾ ഇന്ത്യ. വളരെ സേഫ് ആയിട്ടുള്ള ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു ഓഹരിയാണ്. 300 ലെവൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലായിട്ട് തന്നെ പരിഗണിക്കുക ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. 340 and 370 ഇമ്മീഡിയറ്റ് വരാവുന്ന രണ്ട് റെസിസ്റ്റൻസ് ആണ്. നല്ലൊരു കറക്ഷൻ ഈ സെക്ടറിൽ നേരിട്ടു. അതിൻ്റെ പ്രധാന കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടനവധി നെഗറ്റീവ് ന്യൂസുകൾ തന്നെയാണ്. ഇപ്പോൾ ഒരു ഫെയർ വാല്യൂയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 300 ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നിക്ഷേപ അവസരമായിട്ട് തന്നെ കാണുക. ദെൻ മാരുതിയാണ്. മാരുതിയെ സംബന്ധിച്ച് കുറച്ചൊരു നെഗറ്റീവ് ന്യൂസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അവർ ഓൾട്ടോ പോലെയുള്ള കാറുകളുടെ പ്രൊഡക്ഷൻ നിർത്താൻ പോകുന്നു എന്നുള്ള ന്യൂസ്. നിർത്തുന്നു എന്ന് പറയുന്നത് അവിടുത്തെ സ്ട്രൈക്കാണ്. സ്ട്രൈക്കിന് ഇതുവരെ പരിഹാരം കാണാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ടാമതായി ഈ മാരുതിയുടെ സെക്ടറിലേക്ക് ഒട്ടനവധി കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുണ്ട്. ഒട്ടനവധി കാറുകൾ വരുന്നത് കൊണ്ട് തന്നെ ഒരു വലിയൊരു കോമ്പറ്റീഷൻ നേരിടാനുള്ളൊരു സാധ്യത ഈ സെക്ടറിലുള്ളത് കൊണ്ട് മാരുതിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിലയിൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. അതല്ലെങ്കിൽ ഒരു മേജർ കറക്ഷൻ വരുമ്പോൾ മാത്രം എൻട്രി ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. മാരുതിക്ക് പകരം അദ്ദേഹത്തിന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആയിരിക്കും. കാരണം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാ സെക്ടറിലും ഇവരുടെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഫോറിൻ കമ്പനിക്ക് വന്ന് ഈ ഒരു സെക്ടറിൽ എല്ലാ സെക്ടറിലും ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ സേഫായിട്ടുള്ള സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലിലാണ്. അപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അടുത്തൊരു മേജർ കറക്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാരുതിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആയിരിക്കും സേഫായിട്ടുള്ള ഒരു എൻട്രി. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലിലാണ്. അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലേക്ക് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും ഇദ്ദേഹത്തിന് നല്ലത്. അതല്ല എങ്കിൽ ഫർദർ ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാരുതിയിൽ മേജർ ഒരു കറക്ഷൻ വരുമ്പോൾ മാത്രം നിക്ഷേപിക്കുക എന്നുള്ളതായിരിക്കും നല്ലത്.
ദെൻ L&T ആണ്, ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഗവൺമെൻറ് സ്പെൻഡിങ് കുറയുന്നതും ഓർഡർ ബുക്ക് കുറഞ്ഞു വരുന്നു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഇത്രത്തോളം ലോവർ ലെവലിലേക്ക് വരാനൊരു കാരണമായത്. 1340 ലാസ്റ്റ് വീക്ക് തന്നെ ഇതിലും ലോവർ ലെവലിലേക്ക് പോയിരുന്നു. എന്നിരുന്നാലും സേഫായിട്ടുള്ളൊരു എൻട്രി ലെവലായിട്ട് 1340 നമുക്ക് പരിഗണിക്കാം. 1530 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ഈ ഒരു ലെവൽ വരുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നിലവിൽ ഹോൾഡ് ചെയ്യുന്ന ഷെയറെ സംബന്ധിച്ചിടത്തോളം അഡ്വൈസബിൾ ആയിരിക്കും. ദെൻ ഹിൻഡാൽകോ ആണ്, ഒരു കോപ്പർ അലുമിനിയം മാനുഫാക്ചറിംഗ് ലീഡിംഗ് പ്ലെയർ തന്നെയാണ്. വളരെ സേഫായിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഓഹരിയാണ്. 120 ലെവൽ വരുമ്പോൾ റീറ്റെയിൽ നിക്ഷേപകർക്കെല്ലാം തന്നെ നിക്ഷേപത്തിന് പരിഗണിക്കാം. ഞാൻ ഈ സ്റ്റോക്കിൽ പറഞ്ഞ് മാരുതി ഒഴിച്ച് കോൾ ഇന്ത്യ, ഇൻഡസിൻഡ് ബാങ്ക്, L&T അതുപോലെ തന്നെ ഹിൻഡാൽകോ, ഈ സ്റ്റോക്കുകൾ മറ്റ് നിക്ഷേപകർക്കും ഈ ഒരു ലെവൽ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സേഫായിട്ടുള്ള എൻട്രിയാണ്. ഈ സ്റ്റോക്ക് 4 സ്റ്റോക്കുകളും ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഓഹരിയാണ്. ഹിൻഡാൽകോ 120 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 152 ആൻഡ് 156 രണ്ട് റെസിസ്റ്റൻസ് ആണ്. ലോവർ ലെവൽ നിക്ഷേപിച്ച നിക്ഷേപകർ ഈ ഒരു ലെവൽ പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. വീണ്ടും മാർക്കറ്റ് കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ പോയതിനു ശേഷം വീണ്ടും ഒരു കറക്ഷന് സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും നമുക്കൊരു റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. അടുത്തത് ഉണ്ണികൃഷ്ണൻ നായരുടെ ലെറ്ററാണ്. അദ്ദേഹത്തിൻ്റെ സംശയം, ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് വാച്ച് ടെക്നിക്കൽ ട്രെൻഡൊക്കെ മാർക്കറ്റിൻ്റെ പറഞ്ഞിരുന്നു. പലപ്പോഴും അതെങ്ങനെയാണ് ഇൻഡിവിജ്വൽ എങ്ങനെ അത് റീഡ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംശയം. എങ്ങനെ ടെക്നിക്കലി മാർക്കറ്റിനെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഒരു ചാർട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് വീക്കിൻ്റെ മാത്രം ഒരു ചാർട്ടാണ്. മാർക്കറ്റ് ഏത് രീതിയിലാണ് ഒരു ടെക്നിക്കൽ ലെവലിൽ എങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ലാസ്റ്റ് വീക്ക് ഒരു മൈനർ 2 റെസിസ്റ്റൻസ് പോയിന്റ് പറഞ്ഞിരുന്നു. 4960 ആണ്. ഇപ്പം നമുക്കറിയാം, ഈ ചാർട്ട് കാണുന്നവർക്കറിയാം, 4960 61 വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റിൽ ഒരു ചെറിയ കറക്ഷൻ വരികയാണ്. കാരണം 4932 പോയി. അതൊരു മൈനർ റെസിസ്റ്റൻസ് പോയിന്റ് ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് ആദ്യം സാധിച്ചില്ല. വീണ്ടും കുറച്ചൊന്ന് മാർക്കറ്റ് കറക്റ്റ് ചെയ്തു, 30 പോയിൻറ്റ്സിനടുത്ത് കറക്റ്റ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ട് വരുന്നു. വീണ്ടും 4960 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു നമ്മൾ കണ്ടത്. അത് സെക്കൻഡ് റെസിസ്റ്റൻസ് പറഞ്ഞത് 5030 ആണ്. നമുക്ക് മാർക്കറ്റ് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. 5045 ആണ് ആ ഒരു ലെവലിൽ വന്നിരിക്കുന്ന ഹൈ. 5030യുടെ മുകളിലേക്ക് മാർക്കറ്റിന് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. വീണ്ടും രണ്ടാമത്തെ മൈനർ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും കറക്റ്റ് ചെയ്യുകയാണ്. അത് 4964 ലെവൽ വരെ വന്നു. ഓൾമോസ്റ്റ് 80 പോയിൻറ്റിനടുത്താണ് കറക്ഷൻ നേരിട്ടത്. അപ്പോൾ വീണ്ടും ആ ഒരു ലെവൽ വീണ്ടും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. വീണ്ടും മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. വീണ്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു ബൈയിങ് സപ്പോർട്ട് കൂടി വീണ്ടും മാർക്കറ്റ് വരികയാണ്. കാരണം അതിനുശേഷം 2 ആഴ്ച മുമ്പ് പറഞ്ഞൊരു മേജർ റെസിസ്റ്റൻസിന് 5130 നിക്ഷേപകർക്കറിയാം. 5000 ദെൻ അഗൈൻ 5056 വരെ വന്നെങ്കിലും ചെറിയൊരു കറക്ഷൻ വീണ്ടും സംഭവിക്കുന്നു. 4997 5000 ലെവലിലേക്ക് വന്നു. വീണ്ടും അവിടുന്ന് ഒരു സപ്പോർട്ട് ലഭിക്കുകയാണ്. ചാർട്ട് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. വീണ്ടും 5000 ലെവലിൽ നിന്നും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി ലഭിച്ചു, ഒരു പുൾ ബാക്ക് ലഭിച്ചു. അത് 5136 എന്ന് പറയുന്ന ലെവൽ വരെ വന്നു. ലാസ്റ്റ് വീക്ക് പറഞ്ഞ 5130 ആയിരുന്നു. 36 വരെ വന്നതിന് ശേഷം വീണ്ടും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ നേരിട്ടു മാർക്കറ്റിൽ. 5068 ലെവൽ വരെയാണ് വീണ്ടും ആ ഒരു കറക്ഷൻ വന്നത്. ദെൻ വീണ്ടും മാർക്കറ്റിലൊരു റിക്കവറി വരുന്നു. 5093 ലെവലിലേക്ക് വീണ്ടും പോവുകയാണ്. വീണ്ടും ആ മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ വരികയാണ്. അത് മാർക്കറ്റിന് 5057 ലെവൽ വരെ വന്നതിന് ശേഷം ആണ് നമുക്കറിയാം ഫ്രൈഡേയോട് കൂടി വീണ്ടും മാർക്കറ്റിൽ ഒട്ടനവധി അപ്സ് ആൻഡ് ഡൗൺസ് വന്ന് ഫൈനലി 5132 ഒരു മേജർ റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിൽ തന്നെയാണ് ക്ലോസിംഗ് ലഭിച്ചിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാകും, ഓരോ റെസിസ്റ്റൻസ് പോയിൻറ്റും വരുമ്പോഴും മാർക്കറ്റ് ആ ഒരു ലെവൽ വീണ്ടും സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലെവൽ വന്നതിന് ശേഷം വീണ്ടും കറക്ഷൻ വരുന്നു. വീണ്ടും വളരെ ഷാർപ്പായിട്ടുള്ളൊരു അപ്പ് മൂവ് വരികയാണ്. അത് രണ്ടാമത്തെ ലെവൽ വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ടെക്നിക്കലി വളരെ കറക്റ്റ് ചെയ്താണ് മാർക്കറ്റ് പോകുന്നത്. വളരെ വ്യക്തമായിട്ടുള്ളൊരു ചാർട്ടാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓരോ നിക്ഷേപകരും ഓരോ റെസിസ്റ്റൻസ് പോയിന്റ് വരുമ്പോൾ അവിടെ മാർക്കറ്റിനെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിന് ശേഷം ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ സെല്ലിംഗ് ലെവലായിട്ട് പരിഗണിക്കാതെ വീണ്ടും മാർക്കറ്റ് അപ്സൈഡിലേക്ക് സെക്കൻഡ് റെസിസ്റ്റൻസ് നോക്കുക. അവിടെയും മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നമുക്ക് സെല്ല് ചെയ്തവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണ്. അപ്പോൾ വളരെ ഷാർപ്പായിട്ട് മാർക്കറ്റിൻ്റെ അപ് ട്രെൻഡിലേക്ക് പോവുകയാണ്. ഈ ചാർട്ട് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ഓരോ ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇപ്പോൾ 5130 മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചു. ഇനിയത്തെ മേജർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5180 മുതൽ 5200 വരെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. ആ ഒരു ലെവലിന് മുകളിലൊക്കെ തന്നെ ഹൈ റിസ്കി ഏരിയ ആയിട്ട് തന്നെ പരിഗണിക്കുക. അടുത്ത ലെറ്റർ മനോജ് അരവിന്ദിൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ, അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഒന്ന് കോൾ ഇന്ത്യ, പവർ ഗ്രിഡ്, അതുപോലെ തന്നെ ടെക്സ്മാക്കോ ആണ്. ഇതിൽ കോൾ ഇന്ത്യ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പവർ ഗ്രിഡ് ആണ് 94 ആണ് അടുത്തൊരു സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്ന.
ഒരു ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ഇദ്ദേഹത്തിന് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ 94 ലെവൽ വരുമ്പോൾ വീണ്ടും നിക്ഷേപത്തിന് അഡ്വൈസബിൾ ആണ്. 104, 111 ആണ് രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നത്. ദെൻ ടെക്സ്മാക്കോ ആണ്. ടെക്സ്മാക്കോ ഇന്ത്യയിലെ തന്നെ മേജർ വാഗൺ അതുപോലെ തന്നെ ഫ്രൈറ്റ് കാർസൊക്കെ മാനുഫാക്ചറിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള ഓഹരി തന്നെയാണ്. 27 ലെവൽ വരുമ്പോൾ മാത്രം നിക്ഷേപിക്കുക. 34 and 40 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ദെൻ അശോക് ലെയ്ലാൻഡ് ആണ്. അശോക് ലെയ്ലാൻഡ് വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള ഓഹരിയാണ്. കുറച്ച് നാളുകളായിട്ട് തന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റ് വളരെയധികം കുറവാണ്. എന്നാലും ഡൗൺ സൈഡ് റിസ്ക് സ്റ്റോക്കിൽ വളരെയധികം കുറവാണ്. 23 ലെവൽ വരുമ്പോൾ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ നിക്ഷേപാവസരമായിട്ട് തന്നെ കാണുക. 28 and 35 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. മാർക്കറ്റ് വളരെയധികം ഹയർ ലെവലിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ ഈ ഒരു ലെവൽ വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ ഈ ഒരു റേഞ്ച് പ്രതീക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ദെൻ ടാറ്റ സ്റ്റീലാണ്. ടാറ്റ സ്റ്റീൽ വളരെയധികം വോളറ്റിലിറ്റി ഉണ്ട്. ഇപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി ടാറ്റ സ്റ്റീലിൽ വന്നു. 390, 400 ഒരു ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ നിക്ഷേപ അവസരമാണെന്ന് ലാസ്റ്റ് വീക്ക് പോലും മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്തതാണ്. ആ ഒരു ലെവൽ വന്നതിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി ഓൾമോസ്റ്റ് 10 to 15% അതിനടുത്ത് റിട്ടേൺ നിക്ഷേപകരെ സംബന്ധിച്ച് ലഭിച്ചൊരു സ്റ്റോക്കാണ്. എഗെയിൻ മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. 410, 410 ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 460 ലെവൽ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം 460 ലെവൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. ലോവർ ലെവൽ എൻട്രി ചെയ്ത നിക്ഷേപകരൊക്കെ തന്നെ. അതുപോലെ 490, 460 ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്ത് മുകളിലേക്ക് ഒരു അപ് ട്രെൻഡ് വരികയാണെങ്കിൽ 490 ലെവൽ വരെ പോകാം. അത് തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ പരിഗണിക്കുക ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. മാർക്കറ്റ് വാച്ചിൽ തന്നെ പലപ്പോഴും 550 ലെവലിലൊക്കെ റെക്കമെൻഡ് ചെയ്തതാണ് ടാറ്റ സ്റ്റീൽ. അത് പലപ്പോഴും നമ്മൾ പറയുന്നത് 2-3 സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളൊരു 400 ലെവലോ 390 ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അവിടെ നിന്ന് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ലഭിക്കുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാൻ പറ്റും. നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ 420 വന്നതിന് ശേഷം വീണ്ടും 500 ലെവലിലേക്ക് ടാറ്റ സ്റ്റീൽ വന്നതാണ്. വീണ്ടും കറക്ഷൻ സംഭവിച്ചിട്ടാണ് 390 ലെവലിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് പോലും മാർക്കറ്റിൻ്റെ ട്രെൻഡ് റിവേഴ്സ് ആകുന്ന സമയത്ത് നമുക്ക് സെല്ല് ചെയ്ത് വീണ്ടും ബൈബാക്ക് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. അതല്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തന്നെ വീണ്ടും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് സംഭവിക്കുമ്പോൾ വീണ്ടും ഒരു ബൈങ് നടത്തി ആ ലോവർ ലെവലിൽ എൻ്റർ ചെയ്ത സ്റ്റോക്ക് വീണ്ടും സെല്ല് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ആവറേജ് കുറഞ്ഞു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ടാറ്റ സ്റ്റീൽ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ സേഫായിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായ സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. 460, 490 ലെവൽ. 460 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്തിട്ട് 490 ലെവൽ വരെ പോകാം. അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ പരിഗണിക്കുക. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം.